ഞങ്ങൾ ഏറ്റവും വെറൈറ്റി ആയിട്ടൊന്ന് മസാല ദോശ കഴിക്കുകയാണ്. ശരവണ ഭവനത്തെ മസാല ദോശ. കുറേ നാളെ പൊടി മസാല ദോശ ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇപ്രാവശ്യം പൊടി മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ടേസ്റ്റ് നോക്കിയാൽ ടേസ്റ്റ് This is തൈര് വട. ഇത് തൈര് വടയാണ്. സാധാരണ ഒരു കടുക് കൊടുത്തിട്ടില്ല. കടുക് ചുമ വരും. ഇരുണ്ട് പൊടിക്ക് ഇതിവിടെ പൊടി അവിടെ എല്ലാം പൊടി പൊടിക്ക് ഇരുവുണ്ടല്ലേ. ആദ്യമായിട്ടാ കഴിയാം. നല്ല സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അത്ര കപ്പാസിറ്റി ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ചേട്ടനോട് ചേട്ടൻ പറയണേ ഒരെണ്ണം കൂടെ എടുക്കട്ടെ. അത്രയ്ക്ക് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഇത്രയും ധൈര്യം ഞാൻ അതായത് ആ സ്ഥലത്ത് കുറച്ച് ചെടികൾ നിൽക്കണ്ടേ. ആ ചെടി മമ്മി അവിടുന്ന് ആ ചെടിയുടെ ഒരു കമ്പ് തരുമോയെന്ന് മമ്മി ആ ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറയുന്നത് ഞങ്ങളുടെ അല്ല, അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ ആൾക്കാരോട് ചോദിക്കണം. അപ്പം മമ്മി എന്ത് ചെയ്തു, നേരെ ഒന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡ് അപ്പുറത്തെ ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചു ഈ ചെടികൾ വെട്ടാറായോ. നമ്മൾ പറിച്ചെടുക്കണമെന്നൊന്നും പറഞ്ഞില്ല. മമ്മി ഡീസൻ്റായിട്ട് ഈ ചെടി വെട്ടുമ്പോൾ ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞ് കോണ്ടാക്ട് നമ്പർ അവിടെ കൊടുത്തിട്ട് പോയി. പക്ഷെ ഐ അപ്രീഷിയേറ്റ് അതായത് അതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ് ഇറ്റ് എ ട്രൈ അല്ലേ. അവിടെ പാർക്കൊന്നും നഷ്ടമില്ല. അവര് ചെടി കുറച്ച് വളർന്നു. ആ ചെടി കുറച്ചധികം വളർന്നിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും അവർ വെട്ടിക്കളയും. അപ്പൊ ആ വെട്ടിക്കളയണേന്നുള്ള കമ്പൗണ്ട് നമുക്ക് നടാം. അപ്പൊ ആ ചെടി അതിന്റെ ജീവൻ കൊടുക്കാനോ, അതിന് പുതിയ ജീവനാണ് മമ്മി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഓക്കെ ശരി. അവരുടെ കാർഡ് തന്നു, മമ്മിയുടെ നമ്പർ അവരെടുത്തു, വിളിക്കാന്ന് പറഞ്ഞു. അത് ഈ അടുത്ത് വെട്ടും, ഇപ്പോൾ വിളിക്കാന്ന് പറഞ്ഞു. അപ്പയാണെങ്കിൽ ചെടി അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ പപ്പ ഒരു ചെടി അന്വേഷിച്ച് നടക്കുക. അപ്പോൾ പപ്പയ്ക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് മമ്മി വിചാരിച്ചു. ഇത് അമ്മമാർക്ക് മാത്രം പറ്റുന്ന പ്രത്യേക തരം ഒരു കഴിവാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് ഇപ്പം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ആർക്കും ഉപദ്രവമില്ലാത്തൊരു കാര്യമാണെങ്കിൽ യു ക്യാൻ ഗീവ് ഇറ്റ് എ ട്രൈ അല്ലേ. അതാണ് അതിൻ്റെ മോറൽ. പിന്നെ ഞങ്ങൾ എന്നത്തെയും പോലെ വളരെ വെറൈറ്റി ആയിട്ട് മസാല ദോശയാണ് ഓർഡർ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഇഡ്ഡലി ഓർഡർ ചെയ്യാൻ മാത്രം ഇഡ്ഡലി നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനമാണ്. എന്നാൽ മസാല ദോശ ഉണ്ടാക്കില്ല ചോദിച്ചാൽ അത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ഒതന്റിക് ടേസ്റ്റ്. അതെ. ഇനിയിപ്പോൾ എന്താ പറയുക, എന്നാൽ പിന്നെ ദോശ ഓർഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
ദോശ 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 ഓർഡർ ചെയ്യുന്ന നേരത്തെ മസാല ദോശ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ മസാല ദോശ ഓർഡർ ചെയ്യാന്ന് വെക്കും. പിന്നെന്താ അപ്പം, അത് അയ്യോ അയ്യോ ഇയാൾ നമ്മളെ കൊല്ലുമോ? ഇവിടെ നോക്കിയാ അപ്പോൾ എന്താ പറഞ്ഞത്, അപ്പോൾ അപ്പാണെങ്കിലും അത്രയ്ക്കൊരു ഇതൊക്കെ നമ്മൾ വീട്ടിലെപ്പോഴും കഴിക്കണതാണ്. പിന്നെന്താ കാലത്തുണ്ടാവുക? ഞങ്ങൾ മെനു പോലും തപ്പാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി മസാല ദോശ, വേറൊരു ഓർഡർ ഇല്ല. അത് നമ്മളിനിയിപ്പം അമ്മ ചിക്കൻ കഴിക്കുന്നെങ്കിലും ബീഫ് കഴിക്കും. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ബീഫ് മേടിക്കാൻ പോവാണ്. അപ്പോൾ എന്നാലും എന്താ പറയുക, ഗീവ് ഇറ്റ് ട്രൈ എന്നുള്ള മോറൽ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക, ചോദിക്കാനുള്ളൊരു ധൈര്യം കാണിക്കാം. അമ്മമാരെ പോലെ അത്രയ്ക്ക് ധൈര്യം വേണം. ചോദിക്കാണ്ട് ഒടിച്ചോണ്ട് പോകരുത്. ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാം. അതുകൊണ്ട് അവർ ചോദിക്കുക. അവർ ചില ചെടികളൊക്കെ കുറച്ച് ഇതായി വളർന്നു കഴിയുമ്പോൾ അവർ വെട്ടും. അപ്പം ആ വെട്ടണ സമയത്ത് പോവാ ഓക്കെ. അപ്പം എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്, ഗീവ് ഇറ്റ് എ ട്രൈ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രൈ ടിൽ യു സക്സീഡ്. ട്രൈ അഗൈൻ. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യാതിരുന്നാൽ മാത്രമാണ് നമ്മൾ തോറ്റു പോകുന്നത്. അപ്പം ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തൊരു കാര്യം നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ ലൈക്ക് ആ സ്റ്റിക്ക് ഓൺ ടു ദ ഗോൾ, ചേഞ്ച് ദ പ്ലാൻ. അങ്ങനെ നല്ല നല്ല ചെടികളാണ്. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഒരു ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അപ്പോൾ കിട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കരുത്. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കിട്ടാതിരിക്കണതും കിട്ടില്ല എന്ന് ഓർത്ത് പാർട്ടിസിപ്പേറ്റേ ചെയ്യാതിരിക്കണതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ പ്രൈസ് എന്താ പ്രധാനം? കാരണം ഒരുപാട് പേരുടെ കൂടെ നമ്മൾ മിങ്കിൾ ചെയ്ത് അതിനുവേണ്ടി ട്രൈ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിൽ നമുക്ക് എന്തായാലും കുറേ ലേണിങ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവിടെ വരുന്ന എല്ലാവർക്കും ആ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. അപ്പോൾ വിൽ ഫൈൻഡ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. എന്താ പറയുക, നമ്മൾ അതേ ഇൻട്രസ്റ്റ് ഉള്ള എന്താ പറയുക, നമ്മുടെ അതേ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ നമ്മൾ കാണും. അവരുടെ ഒപ്പീനിയൻസ് നമ്മൾ കേൾക്കും, അവരുടെ പേഴ്സ്പെക്റ്റീവ്സ് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. സോ അപ്പം അവിടെ നമ്മൾ വിൻ ചെയ്തില്ലെങ്കിലും വളരും. യെസ്, ദാറ്റ്സ് റൈറ്റ് വേർഡ്. വിൽ ഗ്രോ. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. അപ്പം ഇങ്ങനെ കുറെ ട്രൈ ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ട്രൈയിൽ നമ്മൾ ജയിക്കും. വളർച്ചയുടെ പാതയിൽ ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ മുന്നേറും. അങ്ങനെ ഇപ്പം മസാല ദോശയിൽ പോയിട്ട് എവിടെ എത്തി? അതാണ് നല്ലൊരു മസാല ദോശ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഉണർവുണ്ടാവും, നല്ല നല്ല തോട്ട്സ്. അപ്പം ഫുഡ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കണ ഫുഡ് നല്ലതാണെങ്കിൽ ഭാവന ഉണരും. അപ്പം ബീഫ് കടയിലേക്ക് ഞാൻ ഇറങ്ങുന്നില്ല എന്തായാലും, കാരണം അതെനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ള രീതിയല്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാം. ഈ ഇറച്ചി കടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവൻ പോകും. എന്തൊക്കെയോ തൊലിയൊക്കെ പറിച്ചെടുക്കണം അവിടെ.
കാണിക്കണോ? ഈശ്വരാ, എനിക്കിത് സഹിക്കാൻ പറ്റണില്ല. മണം ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പറ്റണില്ല. നമുക്ക് നമ്മുടെ മൈൻഡിനെ വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യാം. ഇവിടെ ഒരു വലിയൊരു മരമുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. നല്ല മരം, കുറേ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട്. അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ കളേഴ്സിനെയും കുറിച്ച് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഇവിടെ ഇപ്പോൾ ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്നറിയോ? ഗ്രീൻ, ബ്രൗൺ, ക്രീം, ബ്ലാക്ക്, ഗ്രേ, റെഡ്, വൈറ്റ്, ഓറഞ്ച്, ഏതൊക്കെ കാറ് വരുന്നുണ്ടെന്ന് പറയാം. സോ വിച്ച് വിൽ ഡിസ്ട്രാക്ട് us ഫ്രം ദ തിങ്സ് വിച്ച് വി ഡോണ്ട് ലൈക്ക്. അയ്യോ, ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ പ്രശ്നമാണ്. പക്ഷെ എക്സ്പോഷർ ഇല്ലാണ്ടത് ശരിയാവില്ല. ഓക്കെ, ഏതൊക്കെ കാർ വരുന്നുണ്ട് ഞാൻ പറയാം. സ്വിഫ്റ്റ് വരുന്നുണ്ട്. അഗെയിൻ അനദർ സ്വിഫ്റ്റ്. ഇത് ക്വിഡ് ഉണ്ട്. പിന്നെ ഇതാ ആക്റ്റീവ, ബസ്, കിയ സോണറ്റാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സെൽറ്റോസ് ആയിരിക്കും. കിയ സോണറ്റ്. എന്താ ഞാൻ അവിടെ തൊലി അത് ബോട്ടിയ ഒരു ക്ലീൻ ആക്കാം, ഒരു നന്നായി ക്ലീൻ ആക്കും. ഹലോ, വല്ലാത്തൊരു പ്രോസസ്സ് കാണുമ്പോൾ തന്നെ ഒരു ഞമ്മോ. ഞാനപ്പോൾ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു ഇത് പറയുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ കളേഴ്സ് ഇപ്പോൾ അവിടേക്ക് നോക്കുമ്പോൾ എനിക്ക് അത് കാണുമ്പോൾ എന്തോ പോലെ. പക്ഷെ ഞാൻ ഇവിടെയുള്ള എല്ലാ കളേഴ്സ് അല്ലെങ്കിൽ ഇതിൽ കൂടെ പോണ എല്ലാ വണ്ടികളുടെയും പേരാലോചിക്കായിരുന്നു. സോ ലൈക്ക് എൻ്റെ മൈൻഡ് അങ്ങോട്ട് ഫോക്കസ് ആയി. പേര് ക്രിസ്റ്റീന. നല്ല പേര്. അതിലിതിലൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇതേ കണ്ട തൈകൾ മുളച്ചാണ്. ഇതിൽ പടർന്ന് കണ്ടോ? ഇവിടെ മരത്തേക്ക് തെറ്റിയൊക്കെയായിരുന്നു. ആ മരം വെട്ടിക്കളഞ്ഞു. പിന്നെ ഇവിടെ പ്ലാവ് ഉണ്ടായിരുന്നു, പ്ലാവ് വെട്ടിക്കളഞ്ഞു. അപ്പോഴൊക്കെ ആയിരുന്നു ഇഷ്ടം പോലെ ഇതുണ്ടായിരുന്നു. ആ വെട്ടിക്കളഞ്ഞപ്പോൾ അതിൻ്റെ അവിടെ പ്ലാവ് വെട്ടിയിട്ട് കുറേ എന്നിട്ട് അതൊക്കെ പിന്നെ ഇത് ഇവിടെ അതിൻ്റെ തൈകൾ മുളച്ചുണ്ട്. അവിടെ ഇവിടെയൊക്കെ കേട്ടോ. ഇവിടെ ഇതൊക്കെ തൈകൾ മുളച്ചായിരുന്നു. ഇവിടെയായിരുന്നു ആ മരം. അത് ഏതാ ഇത് ഇതിന്റെ താളും കറി വെക്കാം. എല്ലാ താളും കറി വെക്കാം. ഈ താള് കറി വെക്കാം.
ഈ താള് ഞാൻ നൈസായിട്ട് അരിഞ്ഞിട്ട് ചെറുപയറും വേവിച്ച് നമ്മൾ തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് അങ്ങനെ ഞാൻ തോരൻ വെക്കും. ഇതും അങ്ങനെ തോരൻ വെക്കാം, അതിന്റെ ഇല തോരൻ വെക്കാം. എനിക്ക് ഈ നാത്തും തന്നതാ, തൈയില്ല. ഇന്നാളെ ഞാൻ ആർക്കോ കൊടുത്തു. ഇപ്പൊ ഇത് ഒരെണ്ണുള്ളൂ, പൊട്ടിക്കഴിഞ്ഞുമ്പോ തരാട്ടാ. അപ്പൊ പറിക്കാനാകുന്നുള്ളൂ ഇതിന്. അപ്പൊ ഞാൻ എൻ്റെ നാത്തും തന്നതാ. നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ. അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ട്. ഒരു കടയും കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ ചെടികളെ ബൊഗൻവില്ല ഏതൊക്കെ കളറുള്ള എല്ലാ കളറുകളും ബഡ് ചെയ്ത് ഒരു ചെടിയെ തന്നെ പല കളറും. ചെടികളോ ചേട്ടൻ ബഡ് ചെയ്യും, ഞാൻ ചെയ്യില്ല. എന്നോട് എന്നെ പഠിപ്പിച്ചു തരാൻ പറഞ്ഞപ്പോ ആള് പറഞ്ഞു അത് സ്വയം പഠിക്കേണ്ടതാ, അല്ലാണ്ട് പഠിപ്പിച്ചു തരേണ്ടതല്ല. ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റും, ഞാൻ എടുത്തുതരാം. ഇവിടെ വരുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ? ഞാൻ പൂമ്പാറ്റിന് ചവിട്ടി ഇച്ചിരി ഇങ്ങനെ നിങ്ങൾ ഓക്കെ ഓക്കെ ആ കുഞ്ഞു അങ്ങനെ രസമുണ്ടോ? മുഖം കാണാൻ പറ്റുണ്ടോ? ഇവിടെ ഒരു കടയുണ്ട് കേട്ടാ. ആണോ? ചെറുതാ. അതെയാ? ഞാനത് തുമ്പച്ച് പഠിക്കാൻ ഫോട്ടോ എടുക്കാം. അതെ കണങ്ങ് പോന്നു നീ കണങ്ങിട്ട അതിൻ്റെ കണ്ട കിട്ടി. അപ്പൊ സമാധാനമായില്ലേ? എനിക്ക് ഒരാൾ ചോദിച്ചാൽ അത് അപ്പം തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ആകെ ഒരു വിഷമം. ഇതൊരു കാണാത്തൊരു സാധനം. അല്ല എന്നോട് ഇങ്ങനെ എല്ലാവരും വന്നത് അവിടെ എടുക്കൂട്ടാ കൂട്ടാ, അവിടെ അങ്ങനെ ഞാൻ കറി വെച്ച് നോക്കിയില്ല, നട്ടുള്ളൂ. ചോരയും കറി വെച്ചു, ഇല ചോര കണങ്ങെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെള്ളച്ചേമ്പെന്നോ ഏതാണ്ട് പറഞ്ഞ ഒരു ചേമ്പില്ലേ, ഇനി വലിയ കണങ്ങ് പോലെ ആവുമെന്നും എനിക്കറിയത്തില്ല. അത് ഈ ഉണ്ട പോലെ ഇങ്ങനെ. അല്ല ഞാൻ കിഴങ്ങല്ല ചോദിക്കണേ, ഇത് നല്ല ടേസ്റ്റാ. ആണോ? നമ്മള് ഇങ്ങനെ കുരുന്ന് നൈസിൽ കൊത്തി ടേസ്റ്റ് ഉണ്ട്. ഇതിനാണ് വൈറ്റമിൻസ് കൂടുതൽ. വയലറ്റിനാണ് കൂടുതൽ എപ്പോഴും. വയലറ്റ്, പാഷൻ ഫ്രൂട്ട്, മറ്റേ പാഷൻ ഫ്രൂട്ടിനെ മേടിച്ച് ഇതാണ് ഒന്നോടെ. പക്ഷെ നമ്മൾ അതാ കണ്ടിട്ടുള്ളൂ, ആ ചേമ്പും വെള്ളച്ചേമ്പും ആ വിത്തും. ഇവിടെ വീട്ടില് ഇലയും തണ്ട് ഞാൻ എപ്പോഴും കറി വെക്കും. ഞാനും കറി വയ്ക്കും. ഞാനിപ്പോ പച്ചക്കറി അധികം മേടിക്കില്ല, ഒക്കെ ഈ വിഷമല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഐറ്റം സാമ്പാറിൽ പോലും ഞാൻ ഇതിന്റെ ഇട്ട് ഒടുങ്ങില്ല, മറ്റേ ചെമ്പിന്റെ ഞാനിടും. കണ്ടിടും നമ്മള് പൊളിച്ചു കളഞ്ഞിട്ട് ഇത് നമ്മൾ ആ പുറന്തോട് കളയുമല്ലോ, എന്നിട്ടാണല്ലോ. എന്നിട്ട് ഞാൻ സാമ്പാറിനൊക്കെ അതാ ഇടുക. ഞാൻ അങ്ങനെയൊക്കെയാ ഒക്കെ ഇങ്ങനെ. കുമ്പളങ്ങയ്ക്ക് പകരം കപ്പളങ്ങ ഇടും. അപ്പൊ ടേസ്റ്റാണ്. അതൊക്കെ വിഷമില്ലല്ലോ. അതന്നെ, അതേപോലെ തന്നെ. അപ്പൊ അങ്ങനെ കറി വെക്കാം. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് അമ്മ എല്ലാരും ബ്രെയിൻ വാഷ് ചെയ്ത് അവിടുത്തെ ചെടിയൊക്കെ എടുത്തോണ്ട് എന്നെ പോലെ തന്നെയാ ഇത്. പപ്പ ഗൾഫിലായിരുന്നപ്പോ ഒരു പപ്പനെ വിളിക്കുമ്പോ പറയാ, പപ്പ ഇനി ഇവിടെ കറി വെക്കാൻ തേക്കല മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം നല്ലത് മമ്മി മത്തയുടെ അല്ല പയർ അതാണ് പുള്ളിക്കാരെയും കൊണ്ട് പോയി മറ്റേ ജീപ്പ് കയറില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ വണ്ടി കയറുക, ജീപ്പ് കയറുക. അല്ല തൈ ആക്കിയിട്ടേ ഈ ചെലവുകൾ നമ്മൾ ആരോഗ്യത്തോടെ നടക്കുന്നത് ഞാൻ അങ്ങനെ ചിന്തിക്കാം. നമുക്ക് രോഗദുഃഖങ്ങളും ചേട്ടനും അതെ കേട്ടോ, ചേട്ടൻ ഇഷ്ടം പോലെ കൊടുത്തോളും. എന്റെ അമ്മയ്ക്കൊക്കെ ക്യാൻസർ വന്നിട്ട് അതിൽ നിന്ന് കരക്കേറി വന്നിട്ട് ഒരു മരുന്നും ഇല്ലാണ്ട് ഇതിപ്പോ 8-9ാമത്തെ വർഷമായിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അന്ന് മരിച്ചു പോകുന്നു പറഞ്ഞതാണ്. ഓപ്പറേഷൻ ചെയ്യാനും പറ്റില്ല,
ഇപ്പൊ അമ്മച്ചിക്ക് 65 വയസ്സ്. അത്രേ ആയിട്ടുള്ളൂ അല്ലേ? അവിടെ നിന്നല്ല 70 70 വയസ്സ്. 70 അമ്മച്ചിക്ക് 70, അപ്പച്ചന് 76. അപ്പൊ അതിൽ നിന്ന് ആൾക്കാരൊക്കെ അന്ന് വിചാരിച്ചു മരിച്ചു പോകുന്നു. മൂത്ത മോളെ. ആ, അത് ശരി.